ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ റിയാക്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏറെ ജോലി സാധ്യതകളുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് റിയാക്റ്റ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. റിയാക്റ്റിനെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്താണ് റിയാക്റ്റ് എന്ന് ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിയാക്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ലൈബ്രറി ഫോർ വെബ് ആൻഡ് നേറ്റീവ് യൂസർ ഇൻ്റർഫേസസ് എന്നാണ്. അതായത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കാനുള്ള ഒരു ലൈബ്രറിയാണ് റിയാക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായ അർത്ഥം. റിയാക്റ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. എന്താണ് റിയാക്റ്റിൻ്റെ റെലവൻസ്, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് റിയാക്റ്റ് എന്നൊരു ലൈബ്രറി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? റിയാക്റ്റ് വരുന്നത് 2011 അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് വെബ്സൈറ്റുകൾ ഏറെക്കുറെ അധികം സ്റ്റൈലിങ്ങും അധികം ഇൻട്രാക്ഷൻസും ഇല്ലാത്ത സ്റ്റാറ്റിക് ആയിട്ടുള്ള സൈറ്റുകളായിരുന്നു. ഇത്തരം സൈറ്റുകളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത്, ഇത്തരം സൈറ്റുകളിൽ ഒരു പേജ് നിന്ന് മറ്റൊരു പേജിലേക്ക് ഒരു യൂസർ നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ പേജിൽ വേണ്ട HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും അതടങ്ങുന്ന ഡാറ്റയും എല്ലാം സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് റെൻഡർ ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യൂസർ നാവിഗേഷൻ അത്ര എളുപ്പമായിരുന്നില്ല. യൂസറിന് ഒരു പേജിൽ നിന്ന് വേറെ പേജിലേക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റില്ല, പ്രയാസമാണെങ്കിൽ യൂസർ സൈറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയും, അഥവാ സ്ക്രീൻ ടൈം കുറയും. അപ്പോൾ ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ സൈറ്റിൽ പരമാവധി നേരം നിൽക്കേണ്ടത് അവരുടെ ഒരു വാണിജ്യപരമായ ആവശ്യമായതിനാൽ അവർ ഇത്തരം ബോട്ടിൽനെക്കുകൾ, സാങ്കേതികമായിട്ടുള്ള ബോട്ടിൽനെക്കുകൾ ഒഴിവാക്കാനായിട്ടുള്ളതാണ് റിയാക്റ്റ് എന്നൊരു ലൈബ്രറി കൊണ്ടുവന്നത് തന്നെ. ഇത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ എനിക്ക് വിശദീകരിക്കാൻ സാധിക്കും. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിക്കിപീഡിയ പേജാണ്. വിക്കിപീഡിയ എന്നുള്ളത് ഇത്തരം ലൈബ്രറികളൊന്നും ഉപയോഗിക്കാതെ യാഥാസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള ഒരു സൈറ്റാണ്. ഞാൻ ഇതിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ പേജിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരാളുടെ പ്രണബ് മുഖർജിയുടെ പേജിലേക്ക് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ പേജ് മുഴുവനായിട്ടും റീറെൻഡർ ചെയ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ പേജിലേക്ക് പോകുമ്പോഴും ഈ പേജ് മുഴുവനായിട്ട് റിഫ്രഷ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ടൈം നരേന്ദ്രമോദിയുടെ ആ ഒരു പേജ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജിലേക്ക് വേണ്ട ഡാറ്റയും അതിന് വേണ്ട HTML കോഡുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ആളുടെ പ്രണബ് മുഖർജിയുടെ പേജിലേക്ക് പോയപ്പോൾ പുതുതായിട്ട് HTML CSS ഒക്കെ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ റിഫ്രഷ് ആവുന്നത്. എന്നാൽ ഞാൻ ഇനി എൻ്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ഒന്ന് കയറാം. ഇവിടെ നിങ്ങൾ ഇതിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജാണ്. ഇതിനകത്ത് നിന്ന് ഞാനിപ്പോൾ ഇവരുടെ പേജിലേക്കൊന്ന് നാവിഗേറ്റ് ചെയ്യുകയാണ്. ശ്രദ്ധിച്ചു കാണും, ഇവിടെ യാതൊരു റിഫ്രഷ്മെൻറ്റും ഉണ്ടായില്ല. കാരണം എല്ലാ പേജുകൾക്കും വേണ്ടിയിട്ടുള്ള HTML CSS-ഉം ആദ്യത്തെ തവണ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും അതിൽ കാണിക്കുന്ന ഡാറ്റ മാത്രം മാറുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്നത്. ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ് റിയാക്റ്റ്.